വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24 അധ്യായങ്ങളാണുള്ളത്. 24-ാം അധ്യായത്തിൽ 53 വചനങ്ങളുണ്ട്. യേശുവിൻ്റെ പുനരുത്ഥാനം, എമാവുസിലേക്ക് പോയ ശിഷ്യന്മാർ, യേശു ശിശുഗണത്തിന് പ്രത്യക്ഷനാകുന്നു, യേശുവിൻ്റെ സ്വർഗാരോഹണം എന്നിവയാണ് വിവരിച്ചിരിക്കുന്നത്. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് യേശു ഗലീലയിൽ വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. ഈശോ എഴുന്നേറ്റതിന് ശേഷം ഈ ശിഷ്യന്മാർക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശു നടക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടും യേശുവിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. 25-ാം വചനത്തിൽ യേശു അവരോട് ചോദിക്കുന്നു, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചോ? യേശു അവരോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയത്ത് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശു പിന്നെയും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ നൽകുകയും വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ അവരുടെ മനസ്സ് തുറക്കുകയും ചെയ്തു. നമ്മളും നമ്മോട് കൂടെ ഒപ്പം നടക്കുന്ന ഈശോയെ തിരിച്ചറിഞ്ഞ് ദൈവസ്വരം മനസ്സിലാക്കി യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം. ആമേൻ.